മാംഗോ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു എളുപ്പവഴി നോക്കുകയാണോ? ഗ്രാമർ, വലിയ വാക്കുകൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഒരു മടി തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. കാരണം ഒരു സിമ്പിൾ കഥയിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. പേടിക്കണ്ട, വളരെ എളുപ്പമായിരിക്കും, രസകരവുമായിരിക്കും. നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ ശ്രമിക്കുന്നത് ഒരു സ്ട്രെസ്സുമില്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പോ ഞങ്ങൾ എങ്ങനെയാണിത് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് പറയാം, അല്ലേ? ഞാൻ ആദ്യം ഒരു വാചകം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയിൽ ഒരു വാചകം മലയാളത്തിൽ പറയും. അത് കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ് സമയം തരും. ആ സമയത്ത് നിങ്ങൾക്ക് ആ മലയാളം വാചകം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് തനിയെ ഒന്ന് ഓർത്തു നോക്കാം. മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ. ആ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാൻ അതിന്റെ ശരിയായ ഇംഗ്ലീഷ് വാചകം പറയും. വെറുതെ അങ്ങ് പറയുകയല്ല, അതിലെ പ്രധാന വാക്കുകൾ, ചിലപ്പോൾ ചെറിയ ഗ്രാമർ പോയിന്റ്സ്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ, അതൊക്കെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരും. അപ്പോ റെഡിയാണോ കഥ കേട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ? ഇന്നത്തെ നമ്മുടെ കഥ ഒരു പെൺകുട്ടിയുടെ ഒരു സാധാരണ ശനിയാഴ്ച ദിവസത്തെക്കുറിച്ചാണ്. അതെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ കഥയിലെ ആദ്യത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. ഇതാണ് വാക്യം. അതൊരു ശനിയാഴ്ചയായിരുന്നു. It was a Saturday. ഇറ്റ് വാസ് എ സാറ്റർഡേ. ഇവിടെ നോക്കൂ, ഇറ്റ് വാസ്. അതിന്റെ അർത്ഥം അത് ആയിരുന്നു എന്നാണ്. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. ഭൂതകാലം. അതെ, എ സാറ്റർഡേ എന്ന് വെച്ചാൽ ഒരു ശനിയാഴ്ച. അപ്പോ ഇറ്റ് വാസ് എ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ അതൊരു ശനിയാഴ്ചയായിരുന്നു. വളരെ സിമ്പിൾ അല്ലേ? അതെ. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇറ്റ് വാസ് എ സാറ്റർഡേ. ഇറ്റ് വാസ് എ സാറ്റർഡേ. ശരി. ഇനി അടുത്ത വാക്യം നോക്കാം. ഞാൻ ഉണർന്നു. ഐ വോക്ക് അപ്പ്. ഐ വോക്ക് അപ്പ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, അതറിയാമായിരിക്കും. വേക്കപ്പ്, നമ്മള് രാവിലെ എഴുന്നേൽക്കില്ലേ, അതിനെയാണ് വേക്കപ്പ് എന്ന് പറയുക. അതിന്റെ പാസ്റ്റ് ടെൻസ്, അതായത് ഭൂതകാല രൂപം, അതാണ് വോക്കപ്പ്, ഉണർന്നു എന്ന്. ഓക്കെ, അപ്പോ ഐ വോക്ക് അപ്പ്, ഞാൻ ഉണർന്നു. അതെ, ഒന്നുകൂടി കേൾക്കാം. ഐ വോക്ക് അപ്പ്. ഐ വോക്ക് അപ്പ്. ഓക്കെ. അടുത്ത വാക്യം ഇങ്ങനെയാണ്. സൂര്യൻ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. The sun was shining. The sun was shining. The sun, സൂര്യൻ. ഷൈൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, തിളങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. was shining എന്ന് പറയുമ്പോൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് ആ സമയത്ത് സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെ പറയും. ഒരു തുടർച്ചയുണ്ട്. അതെ, മുൻപ് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. പിന്നെ ആ വാക്യത്തിന്റെ അവസാനം ഒരു ആശ്ചര്യചിഹ്നം കണ്ടില്ലേ? കണ്ടു. അപ്പോ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അത്ഭുതം ഒക്കെ അതിലുണ്ട്. ഹായ്, സൂര്യൻ പ്രകാശിക്കുന്നു എന്നൊരു ഫീൽ. ശരിയാണ്. ഒന്നുകൂടി കേൾക്കാം. ദ സൺ വാസ് ഷൈനിങ്. ദ സൺ വാസ് ഷൈനിങ്. ഓക്കെ. ഉണർന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നൊരു കാര്യം. അടുത്ത വാക്യം. ഞാൻ കൈകളും കാലുകളും നിവർത്തി. I stretched my arms and legs. I stretched my arms and legs. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വലിച്ചു നീട്ടുക, നിവർത്തുക എന്നൊക്കെ പറയില്ലേ? നമ്മൾ കൊട്ടുവാഴുമ്പോഴൊക്കെ ചെയ്യാറുള്ളത്. അതെ അതെ, ഉറക്കമെഴുന്നേറ്റ് ശരീരം ഒന്ന് ഉഷാറാക്കാൻ. ആംസ്, കൈകൾ, ലെഗ്സ്, കാലുകൾ. മൈ, എന്റെ. അപ്പോ ഐ സ്ട്രെച്ച്ഡ് മൈ ആംസ് ആൻഡ് ലെഗ്സ്. ഞാൻ എന്റെ കൈകളും കാലുകളും നിവർത്തി. ഐ സ്ട്രെച്ച്ഡ് മൈ ആംസ് ആൻഡ് ലെഗ്സ്. ശരീരമൊക്കെ ഒന്ന് അനക്കി. ഇനി അടുത്തത്. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. I got out of bed. ഇതൊരു ശൈലിയാണ്, ഒരു ഫ്രേസ്. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയാൻ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഗെറ്റ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട്. അപ്പൊ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് എന്ന് പറഞ്ഞാൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഓക്കെ. I got out of bed. I got out of bed. റൈറ്റ്. എഴുന്നേറ്റ ഉടനെ ജനലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അടുത്ത വാക്യം. ഞാൻ ജനലിന്റെ അടുത്തേക്ക് നടന്ന് കർട്ടനുകൾ തുറന്നു.
I walked to the window and opened the curtains. I walked to the window and opened the curtains. Walk നടക്കുക. അതിന്റെ past tense walked നടന്നു. To the window ജനലിന്റെ അടുത്തേക്ക്. And എന്ന വാക്ക് എന്നിട്ട് എന്നർത്ഥത്തിൽ രണ്ട് ക്രിയകളെ ഇവിടെ യോജിപ്പിക്കുന്നു. നടന്നു എന്നിട്ട് തുറന്നു. Opened തുറന്നു. Past tense the curtains കർട്ടനുകൾ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ജനലിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കർട്ടനുകൾ തുറന്നു. ശരി. ഒന്നുകൂടി കേൾക്കാം. I walked to the window and opened the curtains. ഓക്കേ. കർട്ടനൊക്കെ തുറന്നു, പുറത്തൊക്കെ നോക്കി. ഇനി അടുത്ത പണി. വാക്യം ഇതാണ്. അടുത്തതായി ഞാൻ കുളിമുറിയിലേക്ക് പോയി. Next I went to the bathroom. Next, I went to the bathroom. നെക്സ്റ്റ് ഈ വാക്കിന്റെ അർത്ഥം അടുത്തതായി, പിന്നീട് എന്നൊക്കെയാണ്. കാര്യങ്ങൾ ഒരു ഓർഡറിൽ പറയാൻ ഇതുപയോഗിക്കാം. ഗോ പോവുക. അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് പോയി. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഗോയുടെ പാസ്റ്റ് ഗോഡല്ല വെന്റ് ആണ്. ടു ദ ബാത്റൂം കുളിമുറിയിലേക്ക്. അപ്പോ അടുത്തതായി ഞാൻ കുളിമുറിയിലേക്ക് പോയി. സിമ്പിൾ. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. നെക്സ്റ്റ്, I went to the bathroom. ശരി. കുളിമുറിയിലെത്തിയിട്ട് എന്തു ചെയ്തു? അടുത്ത വാക്യം. ഞാൻ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി. I washed my face with cold water. I washed my face with cold water. Wash കഴുകുക. ആ. അതിന്റെ past tense washed കഴുകി. My face എന്റെ മുഖം. With ഇവിടെ കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ച് എന്നർത്ഥമാണ്. ആ. Cold water തണുത്ത വെള്ളം. അപ്പോ ഞാൻ തണുത്ത വെള്ളം കൊണ്ട് എന്റെ മുഖം കഴുകി. ഓക്കെ. ഒന്നുകൂടി കേൾക്കാം. I washed my face with cold water. റൈറ്റ്. മുഖം കഴുകി ഫ്രഷായി. ഇനി പല്ല് തേക്കണ്ടേ? അടുത്ത വാക്യം. എന്റെ പല്ലുകൾ വൃത്തിയാകുന്നതുവരെ ഞാൻ പല്ല് തേച്ചു. I brushed my teeth until they were clean. I brushed my teeth until they were clean. Brush തേക്കുക. ആ. പല്ല് തേക്കുന്നതിനും മുടി ചീകുന്നതിനുമൊക്കെ ബ്രഷ് ഉപയോഗിക്കാം. അതിന്റെ പാസ്റ്റ് ടെൻസ് ബ്രഷ്ഡ് തേച്ചു. ടൂത്ത് ആണ് സിംഗുലർ, ടീത്ത് പ്ലൂറൽ. അൺടിൽ എന്ന വാക്കിന്റെ അർത്ഥം അതുവരെ എന്നാണ്. ഒരു കാര്യം സംഭവിക്കുന്നതുവരെ. ആ ഒരു സമയം വരെ. അതെ. ദേ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പല്ലുകളെയാണ്. ടീത്ത്. വർ ക്ലീൻ വൃത്തിയുള്ളതായിരുന്നു അല്ലെങ്കിൽ വൃത്തിയാകുന്നതുവരെ. അപ്പോ പല്ലുകൾ വൃത്തിയാകുന്നതുവരെ ഞാൻ തേച്ചു. ശരി. ഒന്നുകൂടി കേൾക്കാം. I brushed my teeth until they were clean. ഓക്കെ. രാവിലത്തെ പ്രധാന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കളയിലേക്ക് പോകാം. വാക്യം. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി. Then I went to the kitchen. Then I went to the kitchen. Then ഈ വാക്കിനും പിന്നെ അതിനുശേഷം എന്നൊക്കെ അർത്ഥം വരും. നെക്സ്റ്റ് പോലെ തന്നെ കാര്യങ്ങളുടെ ഒരു ക്രമം കാണിക്കാൻ ഉപയോഗിക്കാം. I went to the kitchen. ഞാൻ അടുക്കളയിലേക്ക് പോയി. ഇത് നമ്മൾ went to the bathroom പറഞ്ഞ പോലെ തന്നെ. അതെ. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. Then I went to the kitchen. റൈറ്റ്. അടുക്കളയിൽ എന്തിനാ പോയത്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തന്നെയാവും. അടുത്ത വാക്യം. പ്രഭാത ഭക്ഷണത്തിന് ഞാൻ 2 കഷ്ണം ബ്രെഡ് ടോസ്റ്റും 1 ഓംലറ്റും ഉണ്ടാക്കി. I made 2 pieces of toast and an omelette for breakfast. I made 2 pieces of toast and an omelette for breakfast. Make ഉണ്ടാക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് made ഉണ്ടാക്കി. ടോസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് സാധാരണ കണക്കാക്കാറ്. അതുകൊണ്ട് 2 toasts എന്ന് പറയില്ല. കഷ്ണമായിട്ടാണ് പറയുക. അതെ. 2 pieces of toast 2 കഷ്ണം ടോസ്റ്റ്. An omelette 1 ഓംലെറ്റ്. ഓംലെറ്റ് തുടങ്ങുന്നത് O എന്ന വൊവൽ സൗണ്ട് ആയതുകൊണ്ട് എ അല്ല ആൻ ആണ് ഉപയോഗിച്ചത്. ശരിയാണ്. ഫോർ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണത്തിന്. അപ്പോ മൊത്തത്തില് ഞാൻ പ്രഭാത ഭക്ഷണത്തിന് 2 കഷ്ണം ടോസ്റ്റും 1 ഓംലെറ്റും ഉണ്ടാക്കി. Okay. I made 2 pieces of toast and an omelette for breakfast. ഓക്കെ. ടോസ്റ്റും ഓംലെറ്റും റെഡി. കൂടെ ഒരു ചായ കൂടി വേണ്ടേ? അടുത്ത വാക്യം. ഞാൻ 1 കപ്പ് ചായയും ഉണ്ടാക്കി.
ഐ ഓൾസോ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. I also made a cup of tea. ഓൾസോ ഈ വാക്കിന്റെ അർത്ഥം കൂടാതെ എന്നാണ്. മുൻപ് പറഞ്ഞ കാര്യത്തിന് പുറമെ ഇതുകൂടി ചെയ്തു എന്ന് കാണിക്കാൻ. മെയ്ഡ് എ കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് ചായ ഉണ്ടാക്കി. ഒന്നുകൂടി കേൾക്കാം. I also made a cup of tea. റൈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുക്കള ക്ലീൻ ചെയ്യണം. അടുത്ത വാക്യം. പ്രഭാതഭക്ഷണത്തിന് ശേഷം ഞാൻ അടുക്കള വൃത്തിയാക്കുകയും പാത്രങ്ങൾ കഴുകുകയും ചെയ്തു. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ക്ലീൻ ദ കിച്ചൺ ആൻഡ് വാഷ് ദ ഡിഷസ്. ആഫ്റ്റർ ശേഷം. അപ്പോ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാതഭക്ഷണത്തിനു ശേഷം. ക്ലീൻ വൃത്തിയാക്കുക, ക്ലീൻഡ് വൃത്തിയാക്കി. ദ കിച്ചൺ അടുക്കള. വാഷ് ദ ഡിഷസ് ഇതൊരു സാധാരണ പ്രയോഗമാണ്. പാത്രങ്ങൾ കഴുകുക എന്ന് പറയാൻ. ഡിഷസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റും ഗ്ലാസും സ്പൂണും പാചകം ചെയ്ത പാത്രങ്ങളും ഒക്കെ പെടും. മൊത്തത്തിൽ അതെ, അതിന്റെ പാസ്റ്റ് ടെൻസ് വാഷ്ഡ് ദ ഡിഷസ്, പാത്രങ്ങൾ കഴുകി. അപ്പോ പ്രഭാതഭക്ഷണത്തിനു ശേഷം ഞാൻ അടുക്കള വൃത്തിയാക്കുകയും പാത്രങ്ങൾ കഴുകുകയും ചെയ്തു. ഓക്കെ. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ക്ലീൻഡ് ദ കിച്ചൺ ആൻഡ് വാഷ്ഡ് ദ ഡിഷസ്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ക്ലീൻ ദ കിച്ചൺ ആൻഡ് വാഷ് ദ ഡിഷസ്. ശരി. വീടൊക്കെ ഒതുക്കി, പുറത്ത് നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അടുത്ത വാക്യം. അതൊരു നല്ല ദിവസമായിരുന്നു, അതിനാൽ ഞാൻ പുറത്തു പോകാൻ തീരുമാനിച്ചു. It was a beautiful day, so I decided to go outside. It was a beautiful day, so I decided to go outside. A beautiful day, ഒരു നല്ല ദിവസം. So, അതുകൊണ്ട്, അതിനാൽ. ഒരു കാരണം കൊണ്ട് ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ. Decide തീരുമാനിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് decided, തീരുമാനിച്ചു. To go outside, പുറത്തു പോകാൻ. അപ്പോ അതൊരു നല്ല ദിവസമായിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്തു പോകാൻ തീരുമാനിച്ചു. ശരി. ഒന്നുകൂടി കേൾക്കാം. It was a beautiful day, so I decided to go outside. പുറത്തു പോകാൻ റെഡിയായി. അപ്പോ ഷൂസ് ഇടണമല്ലോ. അടുത്ത വാക്യം. ഞാൻ ഷൂസ് ഇട്ടു. I put on my shoes. I put on my shoes. I put on. ഇതൊരു ഫ്രേസൽ വേർബാണ്. അതായത് രണ്ട് വാക്കുകൾ ചേർന്ന് ഒരു പ്രത്യേക അർത്ഥം വരുന്നത്. വസ്ത്രം, ഷൂസ്, തൊപ്പി ഒക്കെ ധരിക്കുക അല്ലെങ്കിൽ ഇടുക എന്ന് പറയാനാണ് പുട്ട് ഓൺ ഉപയോഗിക്കുന്നത്. പുട്ട് എന്ന വാക്കിന്റെ പ്രത്യേകത അതിന്റെ പാസ്റ്റ് ടെൻസും പുട്ട് എന്ന് തന്നെയാണ്. പുട്ട് പുട്ട് പുട്ട്. അതുകൊണ്ട് ഇവിടെ പുട്ട് ഓൺ എന്നാൽ ഇട്ടു എന്നാണ് അർത്ഥം. ഓക്കെ. മൈ ഷൂസ്, എന്റെ ഷൂസ്. അതെ. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. I put on my shoes. I put on my shoes. പതുക്കെ. I put on my shoes. റൈറ്റ്. ഷൂസ് ഒക്കെ ഇട്ടു. എങ്ങോട്ടാ പോയത്? അടുത്ത വാക്യം. ഞാൻ പാർക്കിലേക്ക് പോയി. അഞ്ച് സെക്കൻഡിന് ശബ്ദത. I went to the park. I went to the park. ഇത് എളുപ്പമാണ്. Went പോയി. To the park പാർക്കിലേക്ക്. നമ്മൾ നേരത്തെ കണ്ടു. അതെ. ഒന്നുകൂടി കേൾക്കാം. I went to the park. I went to the park. ഓക്കെ. പാർക്കിൽ എന്തൊക്കെയാണ് കണ്ടത്? അടുത്ത വാക്യം. പാർക്കിൽ ധാരാളം മരങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു. The park had many trees and flowers. The park had many trees and flowers. Have എന്ന വാക്കിന് ഉണ്ട് എന്നൊരർത്ഥമുണ്ട്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് had, അതായത് ഉണ്ടായിരുന്നു. അപ്പോ the park had, പാർക്കിൽ ഉണ്ടായിരുന്നു. Many ധാരാളം, trees മരങ്ങൾ, flowers പൂക്കൾ. അപ്പോ പാർക്കിൽ ധാരാളം മരങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു. ശരി. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. The park had many trees and flowers. മരങ്ങളും പൂക്കളും മാത്രമല്ല, വേറെന്തൊക്കെ കണ്ടു? അടുത്ത വാക്യം. ഞാൻ കുട്ടികൾ കളിക്കുന്നതും ആളുകൾ അവരുടെ നായ്ക്കളെ നടത്തിക്കുന്നതും കണ്ടു.
I saw children playing and people walking their dogs. I saw children playing and people walking their dogs. See കാണുക, അതിന്റെ past tense saw, കണ്ടു. Children playing, കുട്ടികൾ കളിക്കുന്നത്. People, ആളുകൾ. Walking their dogs, ഇത് നായ്ക്കളെ നടത്താൻ കൊണ്ടുപോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ നായ്ക്കളെ നടത്തിക്കുന്നത്. നായിയുമായി നടക്കാൻ പോകുന്നത്. അതെ. അപ്പോ മൊത്തത്തിൽ ഞാൻ കുട്ടികൾ കളിക്കുന്നതും ആളുകൾ അവരുടെ നായ്ക്കളെ നടത്തിക്കുന്നതും കണ്ടു. ഒന്നുകൂടി കേൾക്കാം. I saw children playing and people walking their dogs. കാഴ്ചകളൊക്കെ കണ്ടു, എന്നിട്ട് ഒരു ബെഞ്ചിൽ പോയിരുന്നു. അടുത്ത വാക്യം, ഞാനൊരു ബെഞ്ചിലിരുന്ന് ഒരു പുസ്തകം വായിച്ചു. I sat on a bench and read a book. I sat on a bench and read a book. Sit, ഇരിക്കുക. അതിന്റെ past tense sat, ഇരുന്നു. On a bench, ഒരു ബെഞ്ചിൽ. Read, വായിക്കുക. ഈ വാക്ക് ശ്രദ്ധിക്കണം. സ്പെല്ലിംഗ് READ. പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഒന്ന് തന്നെയാണ്. പക്ഷെ ഉച്ചാരണം മാറും. പാസ്റ്റ് ടെൻസിൽ റെഡ് എന്ന് പറയൂ അല്ലേ? അതെ, റെഡ് എന്ന നിറത്തിന്റെ അതേ ഉച്ചാരണം. അപ്പോ റെഡ് എ ബുക്ക് എന്നാൽ ഒരു പുസ്തകം വായിച്ചു. ഓക്കെ. ഒന്നുകൂടി കേൾക്കാം. I sat on a bench and read a book. ശരി. വായിച്ചിരുന്നു, സമയം പോയതറിഞ്ഞില്ല. ഉച്ചയായി. അടുത്ത വാക്യം, ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലേക്ക് നടന്നു. At noon, I walked home. At noon, I walked home. Noon, ഉച്ചസമയം, ഏകദേശം 12 മണി. At noon, ഉച്ചയ്ക്ക്. Walked, നടന്നു. Home, വീട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ went to the park, went to the kitchen എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷേ ഹോമിന്റെ കൂടെ സാധാരണ to ചേർക്കറില്ല. Walked home, went home, came home എന്നൊക്കെയാണ് പറയാറ്. ഓക്കെ, walked to home എന്ന് പറയില്ല. സാധാരണഗതിയിൽ പറയില്ല. അപ്പോ ഞാൻ വീട്ടിലേക്ക് നടന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. At noon, I walked home. At noon, I walked home. Right. വീട്ടിലെത്തി. നടന്നു വന്നതല്ലേ? ചെറിയൊരു വിശപ്പ്. അടുത്ത വാക്യം, എനിക്കല്പം വിശപ്പുണ്ടായിരുന്നു. I was a little hungry. I was a little hungry. Little hungry. I was hungry. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. A little ചേർത്തപ്പോൾ അല്പം വിശപ്പെന്നായി. I was a little hungry. വിശന്നാൽ പിന്നെ എന്താ ചെയ്യുക? ലഞ്ചുണ്ടാക്കണം. അടുത്ത വാക്യം, ഞാൻ ഉച്ചഭക്ഷണത്തിന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. I made a sandwich for lunch. I made a sandwich for lunch. Made, ഉണ്ടാക്കി. A sandwich, ഒരു സാൻഡ്വിച്ച്. Lunch, ഉച്ചഭക്ഷണം. For lunch, ഉച്ചഭക്ഷണത്തിന്. സിമ്പിൾ. ഞാൻ ഉച്ചഭക്ഷണത്തിന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. ശരി. I made a sandwich for lunch. Right. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ച കഴിഞ്ഞുള്ള സമയത്തെ ജ്യോതികൾ. അടുത്ത വാക്യം, ഉച്ചയ്ക്ക് ശേഷം ഞാൻ തുണികൾ അലക്കി. In the afternoon, I did laundry. In the afternoon, I did laundry. Afternoon, ഉച്ച കഴിഞ്ഞുള്ള സമയം. In the afternoon, ഉച്ചയ്ക്ക് ശേഷം. Do laundry. ഇതും wash the dishes പോലെ ഒരു സാധാരണ പ്രയോഗമാണ്. തുണി അലക്കുക എന്ന് പറയാൻ. ഡൂയുടെ past tense did. അപ്പോ did laundry. തുണികൾ അലക്കി. ഒന്നുകൂടി കേൾക്കാം. In the afternoon, I did laundry. Okay. തുണി അലക്കാൻ എവിടെയാണിട്ടത്? അടുത്ത വാക്യം, എന്റെ വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിലിട്ടു. I put my clothes in the washing machine. I put my clothes in the washing machine. Put, ഇട്ടു. Past tenseഉം put തന്നെ. My clothes, എന്റെ വസ്ത്രങ്ങൾ. In the washing machine, washing machineൽ. Straightforward. അതെ.
ഐ പുട്ട് മൈ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. ശരി. മെഷീനിൽ അലക്കി കഴിഞ്ഞു. ഇനി അത് ഉണങ്ങാനിടണ്ടേ? അടുത്ത വാക്യം. പിന്നെ ഞാനവ ഉണങ്ങാൻ തൂക്കിയിട്ടു. Then I hung them to dry. Then I hung them to dry. Then പിന്നെ hang തൂക്കിയിടുക. അതിന്റെ past tense ആണ് hung. HUNG. ആ, ഹാങ്ഡ് അല്ല. അല്ല. ഹാങ്ഡ് എന്ന് സാധാരണയായി തൂക്കിക്കൊല്ലുന്നതിനാണ് പറയുക. ഇവിടെ വസ്ത്രങ്ങൾ തൂക്കുന്നതിന് ഹങ്. ദെം അവയെ, അതായത് വസ്ത്രങ്ങളെ. ടു ഡ്രൈ ഉണങ്ങാൻ, ഉണക്കുന്നതിന്. അപ്പോ പിന്നെ ഞാനവ ഉണങ്ങാൻ തൂക്കിയിട്ടു. ഓക്കേ. Then I hung them to dry. റൈറ്റ്. തുണി ഉണങ്ങാനിട്ടു. ആ സമയം വെറുതെ ഇരുന്നില്ല. അടുത്ത വാക്യം. വസ്ത്രങ്ങൾ ഉണങ്ങുന്ന സമയം ഞാൻ പാട്ട് കേട്ടു. While the clothes were drying, I listened to music. While the clothes were drying, I listened to music. While ഈ വാക്കിന്റെ അർത്ഥം ചെയ്യുമ്പോൾ, ആ സമയത്ത് എന്നൊക്കെയാണ്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊന്നും നടന്നു എന്ന് കാണിക്കാൻ. ഒരേ സമയം. അതെ. The clothes were drying. വസ്ത്രങ്ങൾ ഉണങ്ങുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്. Listen to music. പാട്ട് കേൾക്കുക. അതിന്റെ പാസ്റ്റ് listened to music. പാട്ട് കേട്ടു. അപ്പോ വസ്ത്രങ്ങൾ ഉണങ്ങുന്ന സമയത്ത് ഞാൻ പാട്ട് കേട്ടു. ശരി. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. While the clothes were drying, I listened to music. While the clothes were drying, I listened to music. ഓക്കെ. പാട്ട് കേൾക്കുക മാത്രമല്ല, ചെടികളൊക്കെ ഉണ്ട് വീട്ടില്. ആ. അപ്പോ അതും നോക്കി. അടുത്ത വാക്യം. ഞാൻ എന്റെ ചെടികൾക്കും വെള്ളമൊഴിച്ചു. I also watered my plants. I also watered my plants. Also കൂടാതെ അതും ചെയ്തു. വാട്ടർ ഈ വാക്ക് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ വെള്ളം എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ വേർബായിട്ടാണ്, ക്രിയയായിട്ട്. വെള്ളമൊഴിക്കുക. അതെ. വാട്ടേർഡ് വെള്ളമൊഴിച്ചു, പാസ്റ്റ് ടെൻസ്. മൈ പ്ലാന്റ്സ് എന്റെ ചെടികൾ. അപ്പോ ഞാൻ എന്റെ ചെടികൾക്കും വെള്ളം ഒഴിച്ചു. ഓക്കെ. ഒന്നുകൂടി കേൾക്കാം. I also watered my plants. ശരി. ഈ കഥയിലെ കുട്ടിക്ക് പാചകം ഇഷ്ടമാണെന്ന് തോന്നുന്നു. അടുത്ത വാക്യം. എനിക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമായിരുന്നു. I liked to cook. I liked to cook. Like ഇഷ്ടപ്പെടുക. അതിന്റെ പാസ്റ്റ് liked ഇഷ്ടമായിരുന്നു. To cook പാചകം ചെയ്യാൻ. അപ്പോ എനിക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമായിരുന്നു. വളരെ ലളിതം. അതെ. I liked to cook. റൈറ്റ്. അടുത്ത വാക്യം. അന്ന് രാത്രി ഞാൻ പച്ചക്കറികൾ ചേർത്തുകൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കി. That night I made noodles with vegetables. That night I made noodles with vegetables. That night അന്ന് രാത്രി made noodles നൂഡിൽസ് ഉണ്ടാക്കി with vegetables പച്ചക്കറികളോടൊപ്പം അല്ലെങ്കിൽ പച്ചക്കറികൾ ചേർത്തുകൊണ്ട്. ഒന്നുകൂടി കേൾക്കാം. That night I made noodles with vegetables. ഉണ്ടാക്കിയ നൂഡിൽസ് കഴിക്കണ്ടേ? അടുത്ത വാക്യം. ഞാൻ നൂഡിൽസ് കഴിച്ചു. I ate the noodles. I ate the noodles. Eat കഴിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ate. A-T-E കഴിച്ചു. ഉച്ചാരണം ശ്രദ്ധിക്കുക. ate the noodles ആ നൂഡിൽസ്. നേരത്തെ പറഞ്ഞ ഉണ്ടാക്കിയ നൂഡിൽസ്. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. I ate the noodles. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ദിവസത്തെ ജോലികളൊക്കെ തീർന്നു. ഇനി കുറച്ച് റിലാക്സേഷൻ. അടുത്ത വാക്യം. അത്താഴത്തിന് ശേഷം ഞാൻ ടിവിയിൽ ഒരു സിനിമ കണ്ട് വിശ്രമിച്ചു. After dinner, I relaxed by watching a movie on TV. After dinner, I relaxed by watching a movie on TV. Dinner അത്താഴം. After dinner അത്താഴത്തിന് ശേഷം. Relax വിശ്രമിക്കുക.
പാസ്റ്റ് ടെൻസ് റിലാക്സ്ഡ്, വിശ്രമിച്ചു. മൂവി ഓൺ TV. After dinner, I relaxed by watching a movie on TV. ഓക്കെ. ഒരു ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു, സിനിമയും കണ്ടു. ഇനി എന്തുണ്ട്? ഉറങ്ങാൻ സമയമായി. കഥയിലെ അവസാന വാക്യം. ഒടുവിൽ ഉറങ്ങാനുള്ള സമയമായിരുന്നു. Finally, it was time for bed. ഫൈനലി ഇറ്റ് വാസ് ടൈം ഫോർ ബെഡ്. Finally, ഒടുവിൽ, അവസാനമായി. It was time for നുള്ള സമയമായിരുന്നു. ടൈം ഫോർ ബെഡ്. ഇതൊരു പ്രയോഗമാണ്. ഉറങ്ങാൻ സമയമായി എന്ന് പറയാൻ ഗോ ടു ബെഡ് എന്നും പറയാം. അപ്പോ ഒടുവിൽ ഉറങ്ങാനുള്ള സമയമായിരുന്നു. Okay. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഫൈനലി ഇറ്റ് വാസ് ടൈം ഫോർ ബെഡ്. Finally, it was time for bed. അപ്പോ അതാണ് കഥ. അതെ. ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ പ്രാക്ടീസ്. ഒരു ചോദ്യം തരാം. ഈ കഥയുമായി ബന്ധമുള്ള ഒന്നു തന്നെ. എന്താണ് ചോദ്യം? ചോദ്യം ഇതാണ്: ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ ഈവനിംഗ്? How did you spend your evening? അതായത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വൈകുന്നേരം ചെലവഴിച്ചത്? ഇന്നലെ വൈകുന്നേരം എന്ത് ചെയ്തു? അല്ലെങ്കിൽ സാധാരണ വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാൻ ഈ ചോദ്യം ഉപയോഗിക്കാം. അതെ. അപ്പോ ഇതിനൊന്ന് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ ശ്രമിച്ചു നോക്കൂ. തെറ്റിയാലും സാരമില്ല. നമ്മൾ ഇന്ന് പഠിച്ച കഥയുടെ അവസാന ഭാഗം ഓർമ്മയില്ലേ? ഐ റിലാക്സ്ഡ് ബൈ വാച്ചിങ് എ മൂവി ഓൺ TV. അതുപോലെ ഉത്തരം പറയാം. അതുപോലെയോ, അല്ലെങ്കിൽ ഐ ലിസൺ ടു മ്യൂസിക്, ഐ റെഡ് എ ബുക്ക്, ഐ ടോക്ഡ് വിത്ത് മൈ ഫാമിലി, ഐ കുക്ക്ഡ് ഡിന്നർ. അങ്ങനെ സിമ്പിളായിട്ട് ഉത്തരം പറയാവുന്നതേയുള്ളൂ. അപ്പോ നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് സെക്ഷനിലൊന്ന് ഇംഗ്ലീഷിൽ എഴുതി നോക്കുമല്ലോ. അതെ, മറ്റുള്ളവരെഴുതുന്ന ഉത്തരങ്ങൾ വായിക്കുന്നതും നല്ലതാണ്. പുതിയ ഐഡിയകൾ കിട്ടും. ശരിയാണ്. അപ്പോ ഈ എപ്പിസോഡ് ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പഠനം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇംഗ്ലീഷ് പഠന വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ പുതിയൊരു ടോപ്പിക്കും കഥയുമൊക്കെയായിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.